നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് മാനേഭഞ്ചനിലേക്ക് കേട്ടോ. മാനേഭഞ്ചൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്രാമമാണ്. അവിടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അവിടെ ഒരുപാട് ലാൻഡ് റോവേഴ്സ് ഉണ്ട്. ലാൻഡ് റോവേഴ്സിൻ്റെ താഴ്വാരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ. 1950s ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ വണ്ടികളാണ് പറയപ്പെടുന്നത്. ഇവിടെ 50-ലേറെ വണ്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 10-30 വണ്ടി ഉണ്ടെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. ഡാർജിലിങ്ങിൽ കുറേ ആൾ വിസിറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഗ്രാമങ്ങളൊക്കെ വന്ന് കാണുന്നതൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ സന്തക്ഫൂലേക്ക് ഓഫ് റോഡിങ് പോകാറുണ്ട്, അതും ഈ ലാൻഡ് റോവറിലാണ് പോകാറ് കേട്ടോ. എന്തായാലും നമ്മൾ സന്തക്ഫൂലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ വണ്ടിയിലും പോവാം, അതുപോലെ ലാൻഡ് റോവറിൽ വന്നൊരു യാത്രയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതാണ്. ഇതാണ് സുഗിയാപോഖരി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് സന്തക്ഫു പോകേണ്ടത്. മാനേഭഞ്ചങ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് അത്രയേ ഉള്ളൂ ദൂരം കേട്ടോ. നമുക്ക് 7 കിലോമീറ്റർ പോകാനുള്ളത്. നമ്മൾ സ്വന്തം വണ്ടി കൊണ്ടല്ല വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇഷ്ടംപോലെ ടാക്സി അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ ഷെയർ ടാക്സീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി വേണം പോവാം. ഇവിടെ ഇഷ്ടംപോലെ ടാറ്റ സുമോസ് കാണാൻ പറ്റും, അതുപോലെ കുറേ ബൊലേറോസ് ഉണ്ട്, ഇഷ്ടംപോലെ ടാക്സി സർവീസ് ഉണ്ട് കേട്ടോ. മാനേഭഞ്ചങ് വരെയുള്ള റോഡ് ഇതുപോലെയാണ്. അത്യാവശ്യം ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല റോഡാണ് കേട്ടോ. അതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ കേഴ്സും അതുപോലെ നാരോ റോഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാനേഭഞ്ചൻ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നേപ്പാളാണ് കേട്ടോ. നമുക്ക് നടന്നിട്ട് തന്നെ നേപ്പാൾ വേണമെങ്കിൽ പോയിട്ട് വരാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നേപ്പാളാണ്, നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് മാനേഭഞ്ചന്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പാട്ടാണ്, വെസ്റ്റ് ബംഗാളിലെ പാട്ടാണ്. ലെഫ്റ്റ് സൈഡ് നേരെ കയറി കഴിഞ്ഞാൽ നേപ്പാളെത്തി. ഇത്രയും ബോർഡർ അടുപ്പിച്ചുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ലാൻഡ് റോവേഴ്സ് കാണാൻ പറ്റും കേട്ടോ. പഴയ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഇതുപോലെയുള്ള വണ്ടികളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹിൽ ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം പിടിച്ച് കയറാനൊക്കെ അതുപോലെയുള്ള DA എഞ്ചിന് ആവശ്യമാണ്. അതുപോലെ ബൊലേറോസ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഒക്കെ 4 വീലിലാണ് കേട്ടോ, 4x4 വണ്ടികളാണ്. അങ്ങനെ മാനേഭഞ്ചനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് വണ്ടി കൊണ്ട് പോകണമെങ്കിൽ പെർമിഷന് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ വൈൽഡ് ലൈഫിൻ്റെ ഒരു ഓഫീസാണ്. അവിടുന്ന് നമുക്ക് പെർമിഷന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലാൻഡ് റോവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡാണ് നമുക്ക് നേരെ സന്തക്ഫു പോകേണ്ടത്. നമുക്ക് നാളെ അങ്ങോട്ടുള്ള യാത്ര ഒന്ന് കയറി നോക്കട്ടെ. നമ്മളെ വണ്ടി കൊണ്ട് തന്നെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിതാ മാനേഭഞ്ചനിലല്ല കേട്ടോ. ഇവിടെ നമ്മളെ തൊട്ടടുത്തൊരു സാധനം കിടക്കുന്നുണ്ട്. ഇത് അറിയപ്പെടുന്ന തന്നെ നമ്മളെ ലാൻഡ് റോവേഴ്സ് എന്നാട്ടോ. ലാൻഡ് റോവേഴ്സിൻ്റെ ഒരുപാട് ലാൻഡ് റോവേഴ്സ് ഉണ്ട് ഇവിടെ. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർ പോയ സമയത്ത് 1940 സമയത്ത് അങ്ങനെയാണ്. ആ സമയത്ത് ഇവർ ഉപയോഗിച്ച് പോയ കുറേ വണ്ടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതൊക്കെ പെട്രോൾ എഞ്ചിനായിരുന്നു. ഇപ്പോൾ അതൊക്കെ എഞ്ചിനൊക്കെ കുറേ സ്വാപ്പ് ചെയ്താണ്. 2 പെട്രോൾ എഞ്ചിൻ വണ്ടി കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നത് കേട്ടോ. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളെ മുമ്പിൽ കിടക്കുന്ന ഒരു 1955 മോഡൽ വണ്ടിയാണ് കേട്ടോ. വളരെ ഓൾഡാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്ത് നോക്കുമായിരുന്നു. സിംഗിൾ ഓണർ 1955 മോഡലാണ് കേട്ടോ ഈ വണ്ടി എന്ന് പറയുന്നത്. February 11th രജിസ്ട്രേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇത് അത്യാവശ്യം റയറായിട്ടുള്ള പീസാണ് കേട്ടോ. സ്നോർക്കൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാം. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ കണ്ട ബെൻഡായിട്ടുള്ള കെർവ്ഡ് ടൈപ്പാണ് കേട്ടോ. സൈഡിലൊക്കെ കാണാം നമ്മളെ പണ്ടത്തെ ബജാജ് ഓട്ടോറിക്ഷൻ്റെ സൈഡിലില്ലേ, അതുപോലെ ടൈപ്പാട്ടാ. ഇതൊക്കെ പൊട്ടാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സംഭവം.
കൊള്ളാം. ഇതൊരു പിക്കപ്പ് പോലെ വരുന്ന സംഭവമാണ്. അതിന് ബാക്കിൽ അവർ മറ്റേ ഇതൊക്കെ അടിച്ചിട്ടുണ്ട്, വുഡ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ജീപ്പിൻ്റെ ഒരു ഇത് തന്നെയാണ് വരുന്നത്. നമ്മുടെ വണ്ടി അത് അവിടെ ഉണ്ട്. അതുപോലെ വേറൊരു ലാൻഡ് ലവേഴ്സ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് വൈഡായിട്ടുള്ള വണ്ടിയാണ്. ഇംഗ്ലണ്ട് അടിപൊളി കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും കേട്ടോ. ഇത് വേറൊരു വണ്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുക്കാത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ പഴയ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, നല്ല രസമാണ്. ഇതൊക്കെ ഒരു പിക്കപ്പ് മോഡലാണ്. അതേപോലെ ലിവർ കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ടച്ചാണ്. കൊള്ളാം കേട്ടോ. ഇതിൽ കുറേ എണ്ണത്തിൻ്റെ എൻജിനൊക്കെ സ്വാപ്പ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മാർഷലിൽ ബൊലേറോ ഒക്കെ വരുന്ന DI എൻജിനൊക്കെ കയറ്റിയ കുറേ വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ വേണ്ട നമ്മളെ ഇതൊക്കെ തുറക്കുന്നതിനുള്ള സെറ്റപ്പാണിത്. എനിക്കൊന്ന് നമ്മുടെ ജീപ്പിൻ്റെ പോലെ ഇതിന് കാണുന്നുണ്ട്, പക്ഷെ മറ്റേ വണ്ടിക്കില്ല കേട്ടോ. കൊള്ളാം. ഡ്രങ്കേഴ്സ് ചോയ്സ്. പെട്രോൾ കുടിച്ച് തീർക്കുന്നതുകൊണ്ടായിരിക്കും. പെട്രോൾ വണ്ടിയല്ല, ശരിക്കും പെട്രോളായിരുന്നു. ഇതിപ്പോൾ ഇട്ട് ഡീസൽ കേട്ടോ. ഇതാണ് മാനേ ബഞ്ചാങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് ചെറിയൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടുന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാം. ഇവിടുന്ന് മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സന്ദക്ഫു അതേപോലെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കേട്ടോ. സന്ദക്ഫു പിന്നെ തുംലിംഗ് ആയിട്ടാണ് സന്ദക്ഫു വരുന്നത്. അതിനുശേഷം പിന്നെ ഫാലൂത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്കൊന്നും നമ്മളെ വണ്ടി അലൗഡല്ല, എക്സ്ട്രീം ഓഫ് റോഡാണെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ അസോസിയേഷനിലെ വണ്ടി മാത്രമേ വിടൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടൗൺ ഏരിയയിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ കാണാൻ പറ്റും. ഇതൊക്കെ അലോയ് വീൽസൊക്കെ കയറ്റിയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. പല പല തരത്തിലുള്ള മോഡലുള്ള വണ്ടികളുണ്ട്. ഇതൊക്കെ കുറച്ച് വീതി കൂടിയ മോഡലാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ പക്ക ഒരു നമ്മുടെ ജീപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. പക്ഷേ ബോഡി കണ്ടോ, നമ്മൾ ഫുള്ള് അലുമിനിയം ബോഡിയാണ്, മെറ്റലല്ല. അതുകൊണ്ട് തന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുന്ന് വണ്ടി എണ്ണി കഴിഞ്ഞാൽ തീരൂല, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇംഗ്ലണ്ട് റോവർ, ഇതിനൊക്കെ നമ്മൾ പവർ ഷെയറിംഗ് ഒക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിക്കപ്പിൻ്റെ പവർ ഷെയറിംഗ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എൻജിൻ സ്വാപ്പ് ചെയ്തായിരിക്കും കേട്ടോ. ഇതൊന്നും ഒറിജിനൽ എൻജിനല്ല. കൊള്ളാം, സംഭവം കൊള്ളാം. ഫ്രണ്ടിൽ ഇത്രയും സീറ്റുകളുണ്ട്. 2 ലിവറുള്ള നമ്മുടെ 4 വീലിൻ്റെ സെയിം 2 ലിവറുള്ള സെറ്റപ്പാണ് ഉള്ളത്. പിന്നെ ബാക്ക് ഭാഗങ്ങളൊക്കെ കണ്ട സീറ്റിങ്ങൊക്കെ കൊള്ളാം. നല്ല വീതി ഉണ്ട് കേട്ടോ. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൊണ്ട് ട്രിപ്പ് അടിക്കായിരുന്നു. കൊള്ളാം കേട്ടോ. നമ്മുടെ വണ്ടീൻ്റെ എൻജിനെടുത്ത് ഇതിന് കയറ്റിയിട്ട് ഇതും കൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. ഇതാണ് അടുത്തത്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് കാണാൻ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ലാൻഡ് റോവർ ഇംഗ്ലണ്ട്. ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടോ, പഴയൊരു മോഡൽ കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ കണ്ടോ, എന്തൊക്കെ അടിപൊളി കേട്ടോ, പഴയ മോഡൽ. ഇതൊക്കെ പക്ക ഒരു വിൻറ്റേജ് ആ ഒരു ലുക്ക് ഉണ്ട്. അതുപോലെ ബാക്കിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവർ കസ്റ്റം ചെയ്തായിരിക്കും, എങ്കിലും കൊള്ളാം. ഓവറോൾ സാധനം നരിയാണ്. ഇതിൻ്റെ സ്റ്റെപ്പിന് ടയറൊക്കെ നമ്മളെ ബോണറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തുടങ്ങുന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൽ നിന്ന് തുടങ്ങി ചിത്രയിൽ പോയി, ചിത്രയിൽ നിന്ന് മേഘമ, തുങ്ങലു, പിന്നെ ജോബരി, പാൽപോക്കരി, അങ്ങനെ പോകും കേട്ടോ. സന്തക്കു, അത് കഴിഞ്ഞിട്ട് ഫാലോത്ത്. നമുക്ക് ഫാലോത്തിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല, നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല.
ഒരു നല്ല പെയിൻറ്റിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാനെ ഭഞ്ചാങ് അടിപൊളി. ക്യാമ്പിങ്, ട്രെക്കിങ്, അതുപോലെ ലാൻഡ് റോവേഴ്സ്. അടിപൊളി പെയിൻറ്റിങ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിടിലം വർക്ക്. ലാൻഡ് റോവേഴ്സെല്ലാം നിൽക്കുന്നതാണ് നല്ലൊരു രസമുണ്ട്. അതുപോലെ ചെറിയൊരു ബുദ്ധിസ്റ്റ് സ്തൂപം, യാക്ക്, ഇതൊക്കെ പിന്നെ വൈൽഡ് ലൈഫിൻ്റെ സാധനങ്ങളാണ്. ഇതെന്ത് ജീവിയാന്ന് എനിക്കറിയില്ല കേട്ടോ. നീലപ്പല്ലിയോ. ഇന്ത്യയിൽ ശരിക്കും നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ ഇത്രയും ലാൻഡ് റോവേഴ്സിനെ കാണാൻ പറ്റൂ. ഇനി നേപ്പാൾ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് വണ്ടികൾ. പക്ഷെ ഇതൊന്നും ആരും കൊടുക്കില്ല കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി സിംഗിൾ ഓണർ വണ്ടി. ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. 1955 55 വണ്ടി ഇവർ കൊടുക്കില്ല. ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 12 ലക്ഷം റുപ്യ വില പറഞ്ഞിട്ട് വരെ ഇവർ ഈ വണ്ടി കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അത്രയും ഇവരൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി കേട്ടോ. കൊള്ളാം, അടിപൊളി. കാണുമ്പോൾ നമുക്കും എടുക്കാനൊക്കെ തോന്നും, പക്ഷെ കിട്ടില്ല. അതാണ് പ്രശ്നം. അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാതെ പഴയ ടൈപ്പ് സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. നമ്മളെ നാട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബോഡി കെട്ടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്നിട്ട് ജീപ്പിന് കയറ്റിക്കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇല്ലീഗലായി പോയില്ലേ. അപ്പോൾ മാനവഞ്ചങ്ങളിൽ കുറച്ച് വണ്ടികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് വെച്ചാൽ സന്തഫൂവിലേക്കാണ്. സന്തഫൂവിൽ കുറച്ച് ഓഫ് റോഡിങ് പരിപാടിയൊക്കെയാണ്, കുറച്ച് എക്സ്ട്രീമാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് പോയി നോക്കാം കേട്ടോ. അതിപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുംലിംഗ് വരെ നമ്മളെ വണ്ടി കൊണ്ട് പോവാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലാൻഡ് റോവറിൽ ഒരു യാത്ര. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂട്ട് അവർ വിടൂല, കാരണം വൈൽഡ് ലൈഫിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നേപ്പാൾ വഴി നമുക്ക് സന്തഫൂ കയറാൻ പറ്റും. അതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. പക്ഷെ നേപ്പാൾ വഴി നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് പാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നേപ്പാൾ വഴിയിലെ യാത്ര വീഡിയോസ് അത് മറ്റന്നാൾ വരും കേട്ടോ. ഞാൻ അതിൻ്റെ പരിപാടിയിലാണ്. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ലാൻഡ് റോവേഴ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോകട്ടെ. ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് സുഗിയ പോക്കറിലേക്ക് പോവാണ്. അപ്പം നാളെ രാവിലെ നമുക്ക് ഇവിടെ 8 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും, കയറി പോകാൻ പറ്റും. അപ്പോൾ രാവിലെ തിരിച്ചു വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ തിരിച്ചു പോകാം കേട്ടോ. നല്ലൊരു ഏരിയ ആണ്. ഫുള്ള് നിങ്ങൾക്ക് കാണാം, കോട മൂടി കിടക്കുന്നത്. നല്ല അടിപൊളി ചെറിയൊരു ഗ്രാമം, നല്ല ക്ലൈമറ്റ് ആട്ടോ, അടിപൊളിയാണ്. ഡാർജിലിംഗ് ഒക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മിസ്സാക്കരുത് കേട്ടോ. പറ്റുമെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു സന്തഫൂലേക്ക് ഒരു ട്രിപ്പ് അടിക്കേണ്ടതാണ്. ഇവിടുന്ന് ഒരു 8,000 റുപ്പീസാണ് ഒരു വണ്ടിക്ക് അവർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഇട്ട് പോകാൻ പറ്റുന്നതാണ്. പോകുന്ന വഴികളൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നേപ്പാളിൻ്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നടന്ന് കയറാൻ പറ്റുന്ന ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പൊക്കെ നേപ്പാളാണ്. ഇതാണ് ബോർഡർ കേട്ടോ. അത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡറാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മളെന്തായാലും തിരിച്ചു പോട്ടെ, നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.